വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സില് ടീച്ചർ SCRT പാഠഭാഗങ്ങളാണല്ലോ നമ്മൾ പഠിക്കണേ. അപ്പോ SCRT ചാപ്റ്റർ ഇങ്ങനെ വായിച്ച് ഇങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതിനേക്കാൾ കുറച്ചും കൂടി ബെറ്റർ ആണ് SCRT പാഠഭാഗങ്ങളിൽ നിന്നും വന്നിട്ടുള്ളതുമായിട്ടുള്ള സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് തരുന്നതെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഇന്നൊരു ക്ലാസ്സിൽ ഞാൻ അങ്ങനെ തരാൻ പോണേ. അതായത് SCRT പാഠഭാഗത്തു നിന്നും അല്ലാതെയുമായിട്ട് ചോദിച്ചിട്ടുള്ള സയൻസിന്റെ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ അങ്ങനെ ഞാൻ തരികയാണ്. ആദ്യത്തെ നമ്മുടെ മനുഷ്യരീരത്തെ കുറിച്ചുള്ള പൊതു അറിവ് എന്ന് പറയുന്ന ഭാഗവുമായി ബന്ധപ്പെട്ട് ഇതുവരെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഇപ്പൊ പറയുന്നത്. അപ്പോ ഈ ഈ രീതിയിൽ നമ്മൾ SCRT മുന്നോട്ട് കൊണ്ടുപോയാൽ മതി എങ്കിൽ ഇങ്ങനെ തന്നെ പോവാം. അത് നിങ്ങൾ കമന്റ് ചെയ്യണം. അതിനുശേഷമാണ്, അല്ലെങ്കിൽ ഞാൻ നാളെ തൊട്ട് എന്ത് ചെയ്യും, വീണ്ടും SCRT ചാപ്റ്റർ തന്നെ എടുക്കും. ഇത് വേണോ അതോ ചാപ്റ്റർ വൈസ് നിങ്ങൾക്ക് പറഞ്ഞു തരണോന്ന് കൃത്യമായിട്ട് നിങ്ങളൊന്ന് പറയണം കേട്ടോ. അപ്പൊ ക്ലാസ്സിലേക്ക് നമുക്ക് കടന്നാലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് സ്ഥിതി ചെയ്യുന്ന ഭാഗം എവിടെയാണ്? നമ്മുടെ തലയിലാണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എവിടെയാണ്? തലയിലാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കടുപ്പം കൂടിയ ഭാഗം ഏതാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കടുപ്പം കൂടിയ ഭാഗം പല്ലിലെ ഇനാമലാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കടുപ്പം കൂടിയ ഭാഗം പല്ലിലെ ഇനാമലാണ്. ആരോഗ്യമുള്ള ഒരാളുടെ ഒരു മിനിറ്റിലെ ഹൃദയസ്പന്ദനങ്ങളുടെ എണ്ണം എത്ര? ആരോഗ്യമുള്ള ഒരാളുടെ ഒരു മിനിറ്റിലെ ഹൃദയസ്പന്ദനങ്ങളുടെ എണ്ണം 72 അപ്പൊ ഒരു മിനിറ്റിൽ 72 ഹൃദയസ്പന്ദനങ്ങൾ ആരോഗ്യമുള്ള ഒരാൾക്ക് ഉണ്ടാവും. ഗർഭസ്ഥ ശിശുവിൽ ആദ്യം വളരുന്ന അവയവം ഏതാണ്? ഹൃദയം. ഗർഭസ്ഥ ശിശുവിൽ ആദ്യം വളരുന്ന അവയവം ഏതാണ്? ഹൃദയമാണ്. മനുഷ്യ ശരീരത്തിലെ രക്തപര്യന വ്യവസ്ഥയുടെ കേന്ദ്രം ഏതാണ്? അതിന്റെ ഉത്തരവും ഹൃദയമാണ്. മനുഷ്യ ശരീരത്തിലെ രക്തപര്യന വ്യവസ്ഥയുടെ കേന്ദ്രം ഏതാണ്? ഹൃദയമാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി ഏതാണ്? തൈറോയിഡ് ഗ്രന്ഥിയാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി തൈറോയിഡ് ഗ്രന്ഥിയാണ്. ഊർജത്തിന്റെ കറൻസി എന്നറിയപ്പെടുന്നത് ഏതാണ്? ഊർജത്തിന്റെ കറൻസി എന്നറിയപ്പെടുന്നത് ATP ആണ്. ഊർജത്തിന്റെ കറൻസി എന്നറിയപ്പെടുന്നത് ATP ആണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി കരളാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി കരളാണ്. ശരീരത്തിലെത്തുന്ന വിറ്റാമിനുകളെയും ധാതു ലവണങ്ങളെയും ഇരുമ്പിന്റെ അംശങ്ങളെയും സംഭരിച്ചു വെക്കുന്ന അവയവം ഏതാണ്? ഏതാണ്? കരൾ തന്നെയാണ്. ശരീരത്തിലെത്തുന്ന വിറ്റാമിനുകളെയും ധാതുലവണങ്ങളെയും ഇരുമ്പിന്റെ അംശങ്ങളെയും സംഭരിച്ചു വെക്കുന്ന അവയവമാണ് കരൾ. നമ്മുടെ ഭക്ഷണത്തിലൂടെ രക്തത്തിലെത്തുന്ന വിഷപദാർത്ഥങ്ങളെ നിർവീര്യമാക്കുന്ന അവയവം ഏതാണ്? അതും ഏതന്നെയാണ്? കരൾ തന്നെയാണ്. നമ്മുടെ ഭക്ഷണത്തിലൂടെ രക്തത്തിലെത്തുന്ന വിഷപദാർത്ഥങ്ങളെ നിർവീര്യമാക്കുന്ന അവയവം ഏതന്നെയാണ്? കരൾ തന്നെയാണ്. ക്ലിയർ ആയില്ലേ? അടുത്തത്, ഒരു സമയം ദാനം ചെയ്യാവുന്ന രക്തത്തിന്റെ അളവ് എത്രയാണ്? 300 ml ആണ്. ഒരു സമയം ദാനം ചെയ്യാവുന്ന രക്തത്തിന്റെ അളവ് എത്ര ml ആണ്? 300 ml ആണ്. ഓർമ്മ, വിവേചനം, ബുദ്ധി തുടങ്ങിയവയുടെ ഇരിപ്പിടമായ തലച്ചോറിന്റെ ഭാഗം ഏതാണ്? ഏതാണ്? ഓർമ്മ, അതുപോലെ വിവേചനം, ബുദ്ധി തുടങ്ങിയവയുടെ ഇരിപ്പിടമായ തലച്ചോറിന്റെ ഭാഗം ഏതാണ്? സെറിബ്രമാണ്. ഏതാണ്? സെറിബ്രമാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയം ഏതാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയത്തിന്റെ പേര് ത്വക്ക് എന്നാണ്. മനുഷ്യരത്തിലെ ഏറ്റവും വലിയ അവയവം ചോദിച്ചു കഴിഞ്ഞാലും നമ്മൾ എന്തു പറയും? ത്വക്ക് പറയും. അടുത്തത്, ജന്തുകോശം കണ്ടുപിടിച്ചത് ആരാണ്? ജന്തുകോശം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ തിയോഡർ ഷ്വാൻ ആണ്. തിയോഡർ ഷ്വാൻ ആണ് എന്ത് കണ്ടുപിടിച്ചത്? ജന്തുകോശം കണ്ടുപിടിച്ചത്. രക്തചംക്രമണം കണ്ടുപിടിച്ചത് ആരാണ്? രക്തചംക്രമണം കണ്ടുപിടിച്ചത് വില്യം ഹാർവി ആണ്. രക്തചംക്രമണം കണ്ടുപിടിച്ചത് വില്യം ഹാർവി ആണ്. കാർഡിയോളജി എന്തിനെ കുറിച്ചുള്ള പഠനമാണ്? കാർഡിയോളജി ഹൃദയത്തെ കുറിച്ചുള്ള പഠനമാണ്.
കാർഡിയോളജി ഹൃദയത്തെ കുറിച്ചുള്ള പഠനമാണ്. ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്ന അവയവം ഏതാണ്? ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്നത് വൃക്കകളെയാണ്. ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്നത് വൃക്കകളാണ്. രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വസ്തു ഏതാണ്? രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വസ്തു ഹീമോഗ്ലോബിൻ ആണ്. രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വസ്തു ഏതാണ്? ഹീമോഗ്ലോബിൻ ആണ്. മനുഷ്യ ശരീരത്തിലെ ഏതു ഭാഗത്തിന്റെ പ്രവർത്തനം മൂലമാണ് റിഫ്ലക്സ് ആക്ഷൻ ഉണ്ടാകുന്നത്? സ്പൈനൽ കോഡ്. എന്തിന്റെയാണ്? സ്പൈനൽ കോഡ്. മനുഷ്യ ശരീരത്തിലെ ഏതു ഭാഗത്തിന്റെ പ്രവർത്തനം മൂലം റിഫ്ലക്സ് ആക്ഷൻ ഉണ്ടാകുന്നു? സ്പൈനൽ കോഡ്. മനുഷ്യനെ മറ്റു ജീവികളിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് എന്താണ്? മനുഷ്യനെ മറ്റു ജീവികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് സെറിബ്രമാണ്. മനുഷ്യനെ മറ്റു ജീവികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് സെറിബ്രമാണ്. മനുഷ്യ ശരീരത്തിലെ വാരിയെല്ലുകൾ എത്രയാണ്? മനുഷ്യ ശരീരത്തിലെ വാരിയെല്ലുകൾ 24 മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ വളർച്ചയെ നിയന്ത്രിക്കുന്ന ഗ്രന്ഥി ഏതാണ്? മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ വളർച്ചയെ നിയന്ത്രിക്കുന്ന ഗ്രന്ഥിയുടെ പേര് പിറ്റ്യൂട്ടറി ഗ്രന്ഥി എന്നാണ്. ഈ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയാണ് എവിടെ കാണപ്പെടുന്നു നമ്മൾ പറഞ്ഞത്? തലയിൽ അല്ലെ. ഒരു കോശത്തിലെ പാരമ്പര്യവാഹകർ എന്നറിയപ്പെടുന്നത് ആരാണ്? DNA ആണ്. ഒരു കോശത്തിലെ പാരമ്പര്യവാഹകർ ആരാണ്? DNA ആണ്. ഇനി അടുത്തത് ക്രോമസോമിന്റെ അടിസ്ഥാന ഘടകം ഏതാ എന്ന് ചോദിച്ചു കഴിഞ്ഞാലും DNA ആണ്. ക്രോമസോമിന്റെ അടിസ്ഥാന ഘടകം എന്താണ്? DNA ആണ്. ചോദിച്ചിട്ടുണ്ട് DNA-യുടെ പൂർണ്ണ രൂപം എന്താണ്? ഡിഓക്സി. എന്താണ്? ഡിഓക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് എന്നാണ്. ന്യൂക്ലിക് ആസിഡ് എന്നാണ് DNA-യുടെ പൂർണ്ണ രൂപം. ന്യൂക്ലിക് ആസിഡ് എന്നാണ്. മനുഷ്യനിൽ ബീജങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന അവയവം ഏതാണ്? മനുഷ്യനിൽ ബീജങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന അവയവം വൃഷണങ്ങളാണ്. മനുഷ്യനിൽ ബീജങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് വൃഷണങ്ങളാണ്. പാദത്തെ കുറിച്ചുള്ള ചികിത്സാ വിഭാഗത്തെ എന്ത് വിളിക്കുന്നു? പാദത്തെ കുറിച്ചിട്ടുള്ള ചികിത്സാ വിഭാഗത്തെ പോഡിയാട്രി എന്ന് വിളിക്കുന്നു. പാദത്തെ കുറിച്ചുള്ള ചികിത്സാ വിഭാഗമാണ് പോഡിയാട്രി. ത്വക്കിന് നിറം നൽകുന്നത് ഏതാണ്? ത്വക്കിന് നിറം നൽകുന്ന വസ്തു മെലാനിൻ ആണ്. ത്വക്കിന് നിറം നൽകുന്ന വസ്തു ഏതാണ്? മെലാനിൻ ആണ്. ഉമിനീരിലുള്ള എൻസൈം ഏതാണ്? ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന എൻസൈമിന്റെ പേര് റെനിൻ എന്നാണ്. ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന എൻസൈമിന്റെ പേര് റെനിൻ എന്നാണ്. ഇനി അടുത്തത് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ഭക്ഷണ ഘടകം ഏതാണ്? മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ഭക്ഷണ ഘടകം ജലമാണ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ഭക്ഷണ ഘടകം ജലമാണ്. രക്തത്തിലെ വിഷവസ്തുക്കളെ നീക്കം ചെയ്യുന്നത് ഏതാണ്? രക്തത്തിലെ വിഷവസ്തുക്കളെ നീക്കം ചെയ്യുന്ന അവയവം കരളാണ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാണ്? മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹത്തിന്റെ പേര് കാൽസ്യമാണ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം കാൽസ്യമാണ്. ഹീമോസൈറ്റോമീറ്റർ എന്തിനുപയോഗിക്കുന്നു? ഹീമോസൈറ്റോമീറ്റർ രക്തകോശങ്ങളുടെ എണ്ണം മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്നതാണ് ഹീമോസൈറ്റോമീറ്റർ. രക്തകോശങ്ങളുടെ എണ്ണം. മനുഷ്യ നേത്രത്തിലെ ലെൻസ് ഏതാണ്? മനുഷ്യ നേത്രത്തിലെ ലെൻസ് ബൈകോൺവെക്സ് ആണ്. മനുഷ്യ നേത്രത്തിലെ ലെൻസ് ബൈകോൺവെക്സ് ലെൻസ് ആണ്. മനുഷ്യ നേത്രത്തിലെ ലെൻസ് ബൈകോൺവെക്സ് ആണ്. DNA ഫിംഗർ പ്രിന്റിംഗ് ടെക്നോളജിയുടെ ഉപജ്ഞാതാവ് ആരാണ്? DNA ഫിംഗർ പ്രിന്റിംഗ് ടെക്നോളജിയുടെ പിതാവ് അലക്സ് ജെഫ്രി ആണ്. ആരാണ്? അലക്സ് ജെഫ്രി ആണ്. ആരാണ്? അലക്സ് ജെഫ്രി ആണ്. ശരീരത്തിലെ ഗ്ലൂക്കോസിന്റെ സാധാരണ അളവ് നിലനിർത്തുന്ന ഘടകം ഏതാണ്? ഇൻസുലിൻ. ശരീരത്തിലെ ഗ്ലൂക്കോസിന്റെ സാധാരണ അളവ് നിലനിർത്തുന്ന ഘടകം ഏതാണ്? ഇൻസുലിൻ ആണ്. ശരീരത്തിലെ ഏത് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിന് തകരാറ് സംഭവിക്കുമ്പോഴാണ് ഇൻസുലിൻ കുത്തിവെക്കുന്നത്? ശരീരത്തിലെ പാൻക്രിയാസ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിന് തകരാറ് സംഭവിക്കുമ്പോഴാണ് ഇൻസുലിൻ കുത്തിവെക്കുന്നത്.
ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏതാണ്? ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത് ആഗ്നേയ ഗ്രന്ഥിയാണ്. ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത് ആഗ്നേയ ഗ്രന്ഥിയാണ്. ഇനി അടുത്തത്, ഈസ്റ്റ് ഏത് തരം ജീവിയാണ്? ഈസ്റ്റ് ഒരു ഏകകോശ ജീവിയാണ്. ഈസ്റ്റ് ഒരു ഏകകോശ ജീവിയാണ്. പ്രായപൂർത്തിയായ മനുഷ്യരിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? 206 എണ്ണമാണ്. ഏത് അവയവത്തിന് തകരാറ് സംഭവിച്ചവരെയാണ് ഡയാലിസിസിന് വിധേയമാക്കുന്നത്? വൃക്ക. ഏത് അവയവത്തിന് തകരാറ് സംഭവിച്ചവരെ ഡയാലിസിസിന് വിധേയമാക്കുക? വൃക്ക. ഇനി ഹെപ്പറ്റോളജി ഏത് വിഷയവുമായി ബന്ധപ്പെട്ടതാണ്? ഹെപ്പറ്റോളജി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കരള്. ഹെപ്പറ്റോളജി കരള്. കണ്ണിന് ഏറ്റവും സുഖകരമായ നിറം ഏതാണ്? കണ്ണിന് ഏറ്റവും സുഖകരമായ നിറം മഞ്ഞയാണ്. കോശം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? കോശം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ റോബർട്ട് ഹുക്കാണ്. കോശം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? റോബർട്ട് ഹുക്കാണ് കോശം കണ്ടുപിടിച്ചത്. മനുഷ്യനേത്രത്തിൽ പ്രതിബിംബം രൂപപ്പെടുന്നത് എവിടെയാണ്? മനുഷ്യനേത്രത്തിൽ പ്രതിബിംബം രൂപപ്പെടുന്നത് റെറ്റിനയിലാണ്. എവിടെയാണ്? റെറ്റിനയിലാണ്. ജനിതക ശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്? ജനിതക ശാസ്ത്രത്തിന്റെ പിതാവ് ഗ്രിഗർ മെന്റൽ ആണ്. ജനിതക ശാസ്ത്രത്തിന്റെ പിതാവ് ഗ്രിഗർ മെന്റൽ ആണ്. മൈക്രോബയോളജിയുടെ പിതാവ് ആരാണ്? മൈക്രോബയോളജിയുടെ പിതാവ് ലൂയി പാസ്ചർ ആണ്. മൈക്രോബയോളജിയുടെ പിതാവ് ലൂയി പാസ്ചർ ആണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ ഗ്രന്ഥി ഏതാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ ഗ്രന്ഥിയുടെ പേര് സ്റ്റേപ്പീസ് എന്നാണ്. മനുഷ്യരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി. മനുഷ്യരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏതാണ്? സ്റ്റേപ്പീസ് ആണ്. മനുഷ്യരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി സ്റ്റേപ്പീസ് ആണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകളിൽ കാണപ്പെടുന്ന രക്തഗ്രൂപ്പ് ഏതാണ്? ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകളിൽ കാണുന്ന രക്തഗ്രൂപ്പ് AB നെഗറ്റീവ് ആണ്. അടുത്തത്, അരുണ രക്താണുക്കളുടെ ജീവിത ദൈർഘ്യം എത്രയാണ്? അരുണ രക്താണുക്കളുടെ ജീവിത ദൈർഘ്യം 120 ദിവസമാണ്. രക്തബാങ്ക് സമ്പ്രദായം ആവിഷ്കരിച്ചത് ആരാണ്? രക്തബാങ്ക് സമ്പ്രദായം ആവിഷ്കരിച്ചത് ചാൾസ് റിച്ചാർഡ് ഡ്രൂ എന്ന് പറയുന്ന ആളാണ്. ചാൾസ് റിച്ചാർഡ് ഡ്രൂ ഇദ്ദേഹമാണ്. അടുത്ത ചോദ്യം എന്താണ്? മൂത്രത്തിലെ കല്ലിന്റെ രാസനാമം എന്താണ്? മൂത്രത്തിലെ കല്ലിന്റെ രാസനാമം കാൽസ്യം ഓക്സലേറ്റ് എന്നാണ്. മൂത്രത്തിലെ കല്ലിന്റെ രാസനാമം എന്താണ്? കാൽസ്യം ഓക്സലേറ്റ് എന്നാണ്. മനുഷ്യഹൃദയത്തിലെ അറകളുടെ എണ്ണം എത്രയാണ്? മനുഷ്യഹൃദയത്തിൽ 4 അറകളാണ് ഉള്ളത്. മനുഷ്യന്റെ പാൽപ്പല്ലുകളുടെ എണ്ണം എത്രയാണ്? മനുഷ്യനിലെ പാൽപ്പല്ലുകളുടെ എണ്ണം 20 ആണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഏതാണ്? ഏറ്റവും വലിയ അസ്ഥി തുടയെല്ലാണ്. മനുഷ്യരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഏതാണ്? ഏറ്റവും വലിയ അസ്ഥി തുടയെല്ലാണ്. മനുഷ്യരീരത്തിലെ ഏറ്റവും നീളം കൂടിയ അസ്ഥി എന്ന് ചോദിച്ചു കഴിഞ്ഞാലും തുടയെല്ല് തന്നെ പറയണം. അർബുദം ബാധിക്കാത്ത മനുഷ്യ അവയവം ഏതാണ്? ഹൃദയത്തിൽ അർബുദം ബാധിക്കില്ല. കോശത്തിന്റെ പവർ ഹൗസ് എന്നറിയപ്പെടുന്നത് ഏതാണ്? കോശത്തിന്റെ പവർ ഹൗസ് എന്നറിയപ്പെടുന്നത് മൈറ്റോകോൺട്രിയയാണ്. കോശത്തിന്റെ പവർ ഹൗസ് എന്നറിയപ്പെടുന്നത് ഏതാണ്? മൈറ്റോകോൺട്രിയയാണ്. ശരീര തുലനവുമായി ബന്ധപ്പെട്ട മസ്തിഷ്കത്തിന്റെ ഭാഗം ഏതാണ്? ശരീര തുലനവുമായി ബന്ധപ്പെട്ട മസ്തിഷ്കത്തിന്റെ ഭാഗം സെറിബെല്ലമാണ്. ഏതാണ്? സെറിബെല്ലമാണ്. ശരീര വളർച്ചയ്ക്ക് ഏറ്റവും ആവശ്യമുള്ള ഒരു പോഷകം ഏതാണ്? ശരീര വളർച്ചയ്ക്ക് ഏറ്റവും ആവശ്യമുള്ള ഒരു പോഷകം മാംസ്യമാണ്. ശരീരത്തിലെ വിഷപദാർത്ഥങ്ങളെ നിർവീര്യമാക്കി പുറംതള്ളുന്ന അവയവം ഏതാണ്? ശരീരത്തിലെ വിഷപദാർത്ഥങ്ങളെ നിർവീര്യമാക്കി പുറംതള്ളുന്ന അവയവം വൃക്കയാണ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ്? മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജൻ ആണ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ്? ഓക്സിജൻ ആണ്. ജീവന്റെ അടിസ്ഥാന ഘടകം എന്ന് വിളിക്കുന്നത് ഏതിനെയാണ്? ജീവന്റെ അടിസ്ഥാന ഘടകം എന്നറിയപ്പെടുന്നത് കോശമാണ്. മനുഷ്യകർണത്തിലെ അസ്ഥിയുടെ പേര് എന്താണ്? മനുഷ്യകർണത്തിലെ ഒരു അസ്ഥിയാണ് സ്റ്റേപ്പീസ് എന്നത്. എന്താണ് സ്റ്റേപ്പീസ് എന്നത്? മനുഷ്യന്റെ കർണത്തിലെ അസ്ഥി ഫീമർ, പെൽവിസ്, സ്റ്റേപ്പീസ്, റേഡിയസ് അങ്ങനെ തന്നിട്ടുണ്ട്. സ്റ്റേപ്പീസ് കേട്ടോ. ഇനി മനുഷ്യന്റെ തലയോട്ടിയിൽ എത്ര അസ്ഥികളുണ്ട്? മനുഷ്യന്റെ തലയോട്ടിയിൽ 22 അസ്ഥികളാണുള്ളത്. മനുഷ്യ ശരീരത്തിൽ ഹീമോഗ്ലോബിന്റെ കുറവ് മൂലം എന്ത് രോഗം ഉണ്ടാകുന്നു? മനുഷ്യരത്തിൽ ഹീമോഗ്ലോബിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന
രോഗത്തിന്റെ പേര് അനീമിയ എന്നാണ്. മനുഷ്യരിൽ സാധാരണ കൂടുതലായി കാണപ്പെടുന്ന റേഡിയോ ആക്റ്റീവ് മൂലകം ഏതാണ്? മനുഷ്യരിൽ സാധാരണയായി കാണപ്പെടുന്ന റേഡിയോ ആക്റ്റീവ് മൂലകം പൊട്ടാസ്യം 40 ആണ്. ആഹാരവസ്തുക്കൾ കടിച്ചു മുറിക്കാൻ സഹായിക്കുന്ന പല്ല് ഏതാണ്? ആഹാരവസ്തുക്കൾ കടിച്ചു മുറിക്കാൻ ഉപയോഗിക്കുന്ന പല്ലിന്റെ പേര് ഉളിപ്പല്ല് എന്നാണ്. മനുഷ്യഹൃദയത്തിന്റെ ആവരണത്തിന്റെ പേര് എന്താണ്? മനുഷ്യഹൃദയത്തിന്റെ ആവരണത്തിന്റെ പേര് പെരികാർഡിയം എന്നാണ്. മനുഷ്യഹൃദയത്തിന്റെ ആവരണത്തിന്റെ പേര് പെരികാർഡിയം എന്നാണ്. പേശികളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? പേശികളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന മസ്തിഷ്കത്തിന്റെ ഭാഗം സെറിബെല്ലമാണ്. രോഗപ്രതിരോധ ശേഷി നൽകുന്ന ശരീരത്തിലെ പ്രധാന ഘടകം ഏതാണ്? രോഗപ്രതിരോധ ശേഷി നൽകുന്ന ശരീരത്തിലെ പ്രധാന ഘടകം ശ്വേത രക്താണുക്കളാണ്. ആരാണ്? ശ്വേത രക്താണുമാണ്. മാംസ്യ സംശ്ലേഷണവുമായി ബന്ധപ്പെട്ട കോശാംഗം ഏതാണ്? മാംസ്യ സംശ്ലേഷണവുമായി ബന്ധപ്പെട്ട കോശാംഗം റൈബോസോം ആണ്. മാംസ്യ സംശ്ലേഷണവുമായി ബന്ധപ്പെട്ട കോശാംഗം ഏതാണ്? റൈബോസോം ആണ്. ശരീരത്തിലെ പമ്പ് എന്നറിയപ്പെടുന്നത് ഏത് അവയവമാണ്? ശരീരത്തിലെ പമ്പ് എന്നറിയപ്പെടുന്നത് ഹൃദയമാണ്. രക്തത്തിലെ കാൽസ്യത്തിന്റെ സാധാരണ തോത് എത്രയാണ്? 9 to 11 ആണ് കേട്ടോ. 9 to 11 mg/100 ml ആണ് ശരീരത്തിലെ കാൽസ്യത്തിന്റെ സാധാരണ അളവ്. ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുള്ളതാണ് കേട്ടോ. അടുത്തത്, ഭക്ഷണ പദാർത്ഥങ്ങൾ ഇല്ലാതെ വരുമ്പോൾ ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാണ്? ഭക്ഷണ പദാർത്ഥങ്ങൾ ഇല്ലാതെ വരുമ്പോൾ ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഗ്രലിൻ ആണ്. ആനയുടെ ഹൃദയമിടിപ്പ് മിനിറ്റിൽ എത്ര തവണയാണ്? ആനയുടെ ഹൃദയമിടിപ്പ് മിനിറ്റിൽ 25 തവണയാണ്. മിനിറ്റിൽ എത്ര തവണയാണ്? 25 തവണയാണ്. ബയോളജിക്കൽ ക്ലോക്ക് ഉപയോഗിക്കുന്നത് എന്തിനാണ്? സ്വഭാവ ക്രമീകരണം. ബയോളജിക്കൽ ക്ലോക്ക് ഉപയോഗിക്കുന്നത് എന്തിനാണ്? സ്വഭാവ ക്രമീകരണത്തിന് വേണ്ടിയിട്ടാണ്. മനുഷ്യനഖം എന്നത് എന്താണ്? മനുഷ്യനഖം എന്ന് പറയുന്നത് പ്രോട്ടീൻ ആണ്. കണ്ണിനെയും കാഴ്ചയെയും സംബന്ധിച്ച ശാസ്ത്ര ശാഖ എന്താണ്? കണ്ണിനെയും കാഴ്ചയെയും ബന്ധിപ്പിക്കുന്ന ശാസ്ത്ര ശാഖയുടെ പേര് ഒഫ്താൽമോളജി എന്നാണ്. എന്താണ്? ഒഫ്താൽമോളജി എന്നാണ്. അടുത്തത്, മനുഷ്യ ശരീരത്തിൽ ആമാശയത്തിനകത്ത് ദഹനത്തെ സഹായിക്കുന്ന ആസിഡ് ഏതാണ്? ഏതാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. ഏതാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. ഇനി അടുത്തത്, നമ്മുടെ ശരീരത്തിൽ ആന്റിജൻ ഇല്ലാത്ത രക്തഗ്രൂപ്പ് ഏതാണ്? ആന്റിജൻ ഇല്ലാത്ത രക്തഗ്രൂപ്പിന്റെ പേര് O ഗ്രൂപ്പ് എന്നാണ്. ആന്റിജൻ ഇല്ലാത്ത രക്തഗ്രൂപ്പ് ഏതാണ്? O ഗ്രൂപ്പ് ആണ്. മനുഷ്യന്റെ മസ്തിഷ്കത്തിന്റെ ഭാരം എത്രയാണ്? മനുഷ്യ മസ്തിഷ്കത്തിന്റെ ഭാരം 1400 ഗ്രാം ആണ്. ഇനി അടുത്ത, ത്വക്കിനും രോമത്തിനും മൃദുത്വം നൽകുന്ന ദ്രാവകം ഏതാണ്? ത്വക്കിനും രോമത്തിനും മൃദുത്വം നൽകുന്ന ദ്രാവകത്തിന്റെ പേര് സീബം എന്നാണ്. മനുഷ്യന്റെ അക്ഷാസ്തികൂടത്തിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? മനുഷ്യന്റെ അക്ഷാസ്തികൂടത്തിലെ അസ്ഥികളുടെ എണ്ണം 80 ആണ്. തലച്ചോറിനെയും സുഷുമ്നയെയും ആവരണം ചെയ്ത് കാണുന്ന സ്ഥലത്തിന്റെ പേര് എന്താണ്? തലച്ചോറിനെയും സുഷുമ്നയെയും ആവരണം ചെയ്ത് കാണുന്ന സ്ഥലം ഏതാണ്? മെനിഞ്ചസ് ആണ്. ശരീര വളർച്ചയെ നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏതാണ്? ശരീര വളർച്ചയെ നിയന്ത്രിക്കുന്ന ഹോർമോണിന്റെ പേര് സൊമാറ്റോട്രോപ്പിൻ എന്നാണ്. സൊമാറ്റോട്രോപ്പിൻ ആണ് ശരീര വളർച്ചയെ നിയന്ത്രിക്കുന്ന ഹോർമോൺ എന്ന് പറയുന്നത്. ഒരു സാധാരണ വ്യക്തിയുടെ സിസ്റ്റോളിക് പ്രഷർ എത്രയാണ്? ഒരു സാധാരണ വ്യക്തിയുടെ സിസ്റ്റോളിക് പ്രഷർ 120 mmHg ആണ്. 120 mmHg. ഒരു മിനിറ്റിൽ വൃക്കയിൽ വെച്ച് എത്ര ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് മൂത്രമായി മാറുന്നു എന്നുള്ളതാണ് 1 ml. ഒരു മിനിറ്റിൽ വൃക്കയിൽ വെച്ച് എത്ര ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് മൂത്രമായി മാറുന്നു? 1 ml. പല്ലിൽ കാണുന്ന നിർജീവമായ ഭാഗം ഏതാണ്? പല്ലിൽ കാണുന്ന നിർജീവമായ ഭാഗത്തിന്റെ പേര് ഇനാമൽ എന്നാണ്. അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ ശരീരത്തിൽ സജ്ജമാക്കുന്ന ഹോർമോൺ ഏതാണ്? അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ ശരീരത്തിൽ സജ്ജമാക്കുന്ന ഹോർമോണിന്റെ പേര് അഡ്രിനാലിൻ എന്നാണ്. ഇനി അടുത്തത്, മൂത്രത്തിന്റെ മഞ്ഞ നിറത്തിന്റെ കാരണം എന്താണ്?
മൂത്രത്തിന്റെ മഞ്ഞ നിറത്തിന്റെ കാരണം യൂറോക്രോം ആണ്. എന്താണ് യൂറോക്രോം? ശ്വസനവാതകങ്ങളുടെ സംവഹനത്തിന് സഹായിക്കുന്ന രക്തത്തിലെ ഘടകം ഏതാണ്? ശ്വസനവാതകങ്ങളുടെ സംവഹനത്തിന് സഹായിക്കുന്ന രക്തത്തിലെ ഘടകം ഏതാണ്? ചുവന്ന രക്താണുവാണ്. ഏതാണ്? ചുവന്ന രക്താണുവാണ്. പ്രായപൂർത്തിയായ മനുഷ്യനുള്ള രക്തത്തിന്റെ അളവ് എത്രയാണ്? 5 മുതൽ 6 ലിറ്റർ വരെയാണ്. 5 മുതൽ 6 ലിറ്റർ വരെയാണ്. മനുഷ്യരത്തിലെ സാധാരണ താപനില എത്രയാണ്? 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. മനുഷ്യരത്തിലെ താപനില 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. ആഹാരത്തിലെ പോഷകങ്ങൾ അധികവും രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നത് എവിടെ വെച്ചാണ്? ആഹാരത്തിലെ പോഷകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നത് ചെറുകുടലിൽ വെച്ചാണ്. അടുത്തത്, കേരളത്തിൽ ആദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്നത് എന്നാണ്? 2003 മെയ് 13-നാണ്. 2003 മെയ് 13-നാണ്. അടുത്തത്, മനുഷ്യന്റെ റെറ്റിനയിൽ പതിക്കുന്ന പ്രതിബിംബത്തിന്റെ പ്രത്യേകത എന്താണ്? മനുഷ്യന്റെ റെറ്റിനയിൽ പതിക്കുന്ന പ്രതിബിംബം ഒന്ന് യഥാർത്ഥമാണ്. അടുത്തത് തല തിരിഞ്ഞതാണ്. യഥാർത്ഥവും തല തിരിഞ്ഞതുമാണ്. യഥാർത്ഥവും തല തിരിഞ്ഞതുമാണ്. ക്ലിയർ ആയില്ലേ? അടുത്തത്, യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്നത് ഏതാണ്? യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്നത് തൈമോസിൻ ആണ്. യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്നത് തൈമോസിൻ ആണ്. ജനിതക സ്വഭാവത്തിന് നിദാനമായ തന്മാത്ര ഏതാണ്? ജനിതക സ്വഭാവത്തിന് നിദാനമായ തന്മാത്രയുടെ പേര് DNA എന്നാണ്. DNA ട്ടോ. അപ്പൊ അത്യാവശ്യം കുറെ അധികം ഭാഗങ്ങൾ മനുഷ്യ ശരീരത്തിനെ കുറിച്ചുള്ള പൊതു അറിവ്, അതുമായി ബന്ധപ്പെട്ട് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും അടങ്ങുന്നതാണ് ഈ ക്ലാസ്. ഇനി നമുക്ക് അടുത്ത ഇതുപോലെ തന്നെ പഠിച്ചാൽ മതി വൈറ്റമിൻസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത്. അതുപോലെ തന്നെ പിന്നെ നമ്മള് എന്താ പറയാ, മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പാർട്ട് എടുക്കുകയാണെങ്കിൽ ആറ്റത്തിന്റെ ഘടന, അതുപോലെ തന്നെ പിന്നെ എന്താ പറയാ, ലോഹങ്ങള്, അയിരുകള്, ധാതുക്കള്, മൂലകങ്ങള്, അങ്ങനെ ഓരോന്നുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും മാത്രം മതിച്ച അങ്ങനെ നിങ്ങൾ കമന്റ് ഇട്ടോളൂ. അപ്പൊ നാളെ തൊട്ട് ടീച്ചർ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ വീണ്ടും നമ്മൾ നമ്മുടെ SCRT ചാപ്റ്റർ തന്നെ പഠിക്കാം. ഏതാ വേണ്ടതെന്ന് കമന്റ് ഇടണം കേട്ടോ.